സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സമയം കൂട്ടി നോക്കിയാൽ സഹോദരങ്ങളെ ചുരുങ്ങിയ സമയം മതി. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് ഒരു പതിവുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ പറയും. എല്ലാ ദിവസവും സുബഹിന്റെ ശേഷം ഉണർന്നിരിക്കുന്നവരാണെങ്കിലും വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ ഓർക്കാ ചിലർക്ക്. ഒരു സുന്നത്തുള്ള പോലെ എല്ലാ ദിവസവും ഖൈലൂലത്ത് ഉറങ്ങുന്ന സ്വഹാബിമാര് ഖൈലൂലത്ത് ഉറങ്ങാത്ത ദിവസമാണ് വെള്ളിയാഴ്ച. ഖൈലൂലത്ത് എന്ന് പറഞ്ഞ ഒരു ഉറക്കം സുന്നത്തുണ്ടല്ലോ. സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഉറക്കം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് വലിയ എളുപ്പം കിട്ടും. ഫുള്ളായിട്ട് ഉറങ്ങണമെന്നില്ല, ഉറങ്ങുന്ന ആൾക്കാർക്ക് ഓരോ സമയം പോലെ ഉറങ്ങാം. ഇനി വേറെ പണിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റോട്ടെ. അദ്കാറുകളും ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ, ളുഹാ നിസ്കാരവും നിർവഹിച്ചു കഴിഞ്ഞാൽ നീ അങ്ങ് ഖൈലൂലത്ത് ഉറങ്ങിക്കോ. ലിസ്സുഹാദിലി ത്വാഅത്തിൻ, രാത്രി ചെയ്യുന്ന ആരാധനകൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി. എന്നിട്ട് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്ന സമയമാകുന്നതിന് മുമ്പ് നീ ഉണരണം. ഈ ഉറക്കം എന്നും സഹാബിമാർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ ഉറങ്ങുന്ന പതിവുണ്ട്. സുന്നത്തായ ഉറക്കമാണത് സഹോദരങ്ങളെ. പക്ഷേ വെള്ളിയാഴ്ച അങ്ങനെ ഉറങ്ങാറില്ല. ആ ഒരു ഉറക്കം എന്ന സുന്നത്ത് അവർ വെള്ളിയാഴ്ച ഖളാ വീട്ടുന്നത് ജുമുഅക്ക് ശേഷമാണ്. ചില ആൾക്കാരിന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളിയിൽ തന്നെ സുബഹിയൊക്കെ നിസ്കരിച്ച് നേരെ പുരയിലെത്തി കട്ടൻ ചായ കുടിച്ച് പത്രം വായിച്ച് പിന്നെ ഒരു ഉറക്കാണ്. കൂട്ടാനാകണവരെ, കഞ്ഞിയും കൂട്ടാനാകണവരെ ഒരു ഉറക്കം. പിന്നെ അത് കഴിഞ്ഞ് കഞ്ഞിയും കൂട്ടാനൊക്കെ ഭദ്രമായി കുളിച്ച് വൃത്തിയായി ബാക്കിയുള്ള ഉറക്കം നല്ല സുന്ദരമായി AC ഒക്കെ കൊള്ളാൻ പറ്റിയ ഏതെങ്കിലും പള്ളിയിലൊക്കെ വന്നാൽ ഖത്തീബ് ഉസ്താദിനൊന്നും ശല്യപ്പെടുത്താതെ ഉസ്താദ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അൽഹംദുലില്ലാ ഞങ്ങൾക്കും അൽഹംദുലില്ലാണ് എല്ലാവരും ഉറക്കവും. 40 ആള് കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾപ്പിക്കാന്ന് തോന്നില്ല. 40 ആള് കേൾക്കണല്ലോ സത്യത്തിൽ. ഇത് ഖുതുബ സ്വഹിയാണെങ്കിൽ എങ്ങനെ അവരെ കാതിലേക്ക് കേൾപ്പിക്കണമെങ്കിൽ ഉണർന്നിരിക്കേണ്ട ആൾക്കാര്. പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിപ്പോന്നു ഖുതുബ പോകുന്ന ആൾക്കാരോട്. ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കി, മുന്നിലേക്ക് അവരിങ്ങനെ നോക്കുമ്പോൾ അടച്ചോനെ 40 ഇല്ലേ, ഇതിപ്പോ നമ്മള് ചുമയും പോകുമോ? 40 എണ്ണം ചെവിൻ തുറന്നത് കേൾക്കുന്നില്ലേ? ഒരു കൂട്ടർ ഒന്നാമത്തെ സഫീർ അൽഹംദുലില്ലാ എന്ന് കേട്ട് അടുത്ത സഫീർ ബാക്കിയുള്ള ഫർളും പിറ്റേ സഫീർ ബാക്കിയുള്ള ഫർളും മതിയോ? അങ്ങനെയാണെങ്കിൽ സുഖാണ്. അൽഹംദുലില്ലാ എന്നുള്ള ഫർള് 1-ാം സഫീർ കേട്ട്, പിന്നെ അടുത്ത സ്വലാത്താണ് അടുത്ത ഫർള്, അത് 2-ാം സഫീറും കേട്ട്, മറ്റേ സഫീർ കഴിഞ്ഞു, ഓരോ വിശ്രമം കഴിഞ്ഞു, പിന്നെ അടുത്ത സഫീർ. ഇങ്ങനെ തക്കുകൊണ്ടുള്ള വസിയത്ത് അടുത്ത സഫീർ ആയാലും 4ഉം കേൾക്കാൻ, ഈ 6 റുക്നുകളും കേൾക്കാൻ ആളെ കിട്ടൂലേ? വലിയ ബുദ്ധിമുട്ടാ സംഗതി. നമ്മൾ നല്ല ഉണർവ് വേണം അവിടെ. വെള്ളിയാഴ്ച ഉറങ്ങേണ്ട നേരമല്ല ജുമുഅന്റെ മുമ്പ്. സ്വലാത്തെല്ലണം. 1000 സ്വലാത്തെല്ലിട്ട് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്? 1000 സ്വലാത്തെല്ലിട്ട് എത്ര മഹത്തമാ കിട്ടിയത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം മരിച്ചു കഴിഞ്ഞ് ജനാസ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ റിസൾട്ട് വന്നു. വഫാത്തായി കിടക്കുന്ന ഈ മഹാനുഭാവന്റെ തലയിണയുടെ അടിയിലാണ് എഴുത്ത് കാണുന്നത്. ആരാ എഴുതി വെച്ചത്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഹത്വമല്ലേ ആ കിട്ടിയത്. എത്രയോ ആളുകൾക്ക് അങ്ങനെ മഹത്വം കിട്ടിയിട്ടുണ്ട്. ബറാഅത്തും മിനന്നാർ, ദുനിയാവിൽ നിന്ന് തന്നെ മോചനത്തിന്റെ റിസൾട്ട് കത്ത് കിട്ടിയിട്ടുണ്ട്. ആഖിറത്തിൽ രക്ഷപ്പെട്ടു എന്നതിന്റെ അടയാളം ഇവിടെ കിട്ടാനുള്ള കാരണം വെള്ളിയാഴ്ച പതിവാക്കിയ 1000 സ്വലാത്താണ്. അതുകൊണ്ട് ഒറ്റ വെള്ളിയാഴ്ചയും കുറവില്ലാതെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. 9ാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു, എല്ലാ ഖുതുബകളിലും ആ സ്വലാത്ത് വേണം. സ്വലാത്തില്ലാതെ ഒരു ഖുതുബയും നടത്തപ്പെടാറില്ലല്ലോ. വെള്ളിയാഴ്ച ഖുതുബയാകട്ടെ, പെരുന്നാളിന്റെ ഖുതുബയാകട്ടെ, ഗ്രഹണ നിസ്കാരത്തിന്റെ ഖുതുബയാകട്ടെ, നിക്കാഹിന്റെ ഖുതുബയാകട്ടെ, എല്ലാ ഖുതുബകളിലും ചൊല്ലണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാത്ത ഖുതുബ ഫഹിയ കൽയദിൽ ജദ്മാ, കുഷ്ഠം ബാധിച്ച കൈ പോലെയാണ്, അതിൽ ബറക്കത്തില്ല. സ്വലാത്ത് ചൊല്ലണം. 10ാമതായി പഠിപ്പിക്കുന്നു, പെരുന്നാൾ നിസ്കാരത്തിന്റെ
പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിലും സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി നമ്മക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്കിന് എന്താ ഇമാമ് കെട്ടാത്തത്, എങ്ങോട്ടെല്ലാം പോകാനുണ്ട്, ഈ നിസ്കാരമൊക്കെ ഒന്ന് വേഗം തീർത്തുവിടും. ഇന്നലത്തെ പദ്ധതി ഉണ്ട്, മിഞ്ഞാന്നത്തെ പദ്ധതി ഉണ്ട്, ഇതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണമെങ്കിൽ വേഗം ഒന്ന് സലാം വിട്ടണ്ടേ. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഖുതുബയും കഴിഞ്ഞിട്ട് ആ പ്രസംഗം കഴിഞ്ഞിട്ട് മരിച്ചവർക്കുള്ള ദുആ കഴിഞ്ഞിട്ട് എപ്പോഴാ പോവുക? പുണ്യ ദിവസമായ പെരുന്നാളിന് ഒരു 10 മിനിറ്റ് കൂടി വേണ്ട, ഒരു 2 മിനിറ്റ് കൂടി മുന്നോട്ട് നിന്നാൽ ഈ സ്വലാത്തൊക്കെ ചൊല്ലാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ് അതിന്റെ തെളിവ്. മഹാനവറുകൾ പഠിപ്പിച്ചു. ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ 2 തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ചൊല്ലൂലേ, അവിടെ ഒരു ഹംദും സ്വലാത്തും കൂടി ചൊല്ലുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത്. ശ്രേഷ്ഠമായ നിസ്കാരത്തിലും അങ്ങനെ ഒരു സ്വലാത്തുണ്ട്. ഇത് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരത്തിലും കണ്ടില്ലേ നിങ്ങൾ സ്വലാത്തല്ലുണ്ട്. 2ാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്തല്ലേ ചൊല്ലുന്നത്. ആ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പും ഒരു ഹംദുണ്ട്. 2ാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് കിട്ടിയാൽ വേഗം അല്ലാഹുമ്മ സ്വല്ലി അലാ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് അല്ല, അതിന്റെ മുമ്പ് ഒരു ഹംദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാർക്കും അറിയാത്തില്ലല്ലോ. ഒരു ഹംദ് സുന്നത്തുണ്ട്. ഏതായാലും മയ്യത്ത് നിസ്കാരം എപ്പോഴെങ്കിലല്ലേ നിസ്കരിക്കുള്ളൂ. നാം നിസ്കരിക്കുമ്പോൾ പൂർണ്ണമായി നിസ്കരിക്കണം. തിരക്ക് കൂട്ടിയിട്ട് ഒന്നായിട്ട് ചൊല്ലി കണക്ക് കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. 2ാം തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, സ്വലാത്ത് മാത്രം പോരാ, സലാമും വേണം. എന്നിട്ട് നബി തങ്ങളുടെ പേര് ബാക്കിയുള്ള സ്വലാത്ത് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം ഉള്ള സ്വലാത്ത് പൂർത്തിയാക്കിയ ശേഷം മൊത്തം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എന്നിട്ടാണ് 3ാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ. നമ്മളെ അടിച്ച് മിന്നി സ്വലാത്തല്ല ഇങ്ങനെ കാത്തിരിക്കും. എന്താ ഇപ്പൊ ഇമാമിന് ഈ സ്വലാത്തല്ല അത്ര തോന്നുന്ന നേരമാണോ? ഇമാമിന്റെ മുമ്പുള്ള ഹംദും ചൊല്ലുണ്ട്, ശേഷമുള്ള ഈ ദുആയും ദ്വാരക്കുണ്ട്. പൂർണ്ണമായ നിസ്കാരാകണ്ടേ, അതിന് ഈ സുന്നത്തൊക്കെ പരിഗണിക്കണ്ടേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിലുണ്ട് സ്വലാത്ത്. സ്വലാത്ത് ചെല്ലണം. അവിടെയും പരിഗണിക്കാൻ വലിയ മഹത്വമുള്ള സംഗതിയാണ് സ്വലാത്ത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും അതുണ്ട്. മയ്യിത്തിനെ ഖബറിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുമ്പോ എന്താ നാട്ടുകാരൊക്കെ ചൊല്ലാറുള്ളത്? ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ നാമം മാത്രമല്ല ചൊല്ലുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും ചൊല്ലുന്നുണ്ട്. എന്നിട്ട് ആ സഹോദരങ്ങളെ കുഴിയിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നത് സുബ്ഹാനല്ലാഹ്, അത് പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 12ാമത്തെ കാര്യം പറയുന്നു, തൽബിയത്ത് ചൊല്ലാറില്ലേ ഹജ്ജിന് ഉംറക്ക് പോകുന്നവര്? ആ തൽബിയത്തിന്റെ ഉടനെ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഹജ്ജിന് വേണ്ടി വരുന്ന ആള് 7 പ്രാവശ്യം കഅബ തവാഫ് ചെയ്യുമ്പോ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ പിന്നെ അയാള് സ്വഫ കൊണ്ട് തുടങ്ങിയിട്ട് അതാ കഅബക്ക് മുഖാമുഖമായി നിന്നിട്ട് 7 തക്ബീർ ചൊല്ലുമ്പോ ഓരോ തക്ബീറിന്റെ ഇടയിലും ഹംദും സ്വലാത്തും പ്രത്യേകം സുന്നത്തുണ്ട്. തൽബിയത്ത് ചൊല്ലുന്നതിന്റെ ശേഷവും സ്വലാത്ത് ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. അവിടെയെല്ലാം ആ സ്വലാത്ത് ദുആഇന്റെ സ്വീകാര്യതയ്ക്ക് ഏറ്റവും നല്ലതാണ്. മഹാനവറുകൾ പഠിപ്പിക്കുന്നു, ആ സ്വലാത്ത് വിട്ടുപോകരുത്. 13ാമതായി പഠിപ്പിക്കുന്നു, അസ്സലാത്തു വസ്സലാമു അലൈഹി ഇൻദ ഖബരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സാന്നിധ്യത്തിലെത്തിയാൽ സ്വലാത്തും സലാമും ചൊല്ലണം. തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരുന്ന ആള് കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. പോകുന്ന റൂട്ടിലൊക്കെ സ്വലാത്ത്. ഫോണൊക്കെ ഓഫാക്കുക. ഞാൻ പോ ചിലര് അപ്പോത്തിന് ബസിന്റെ ഉള്ളിലെ ഫോട്ടോ എടുക്കാനും കാണുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് കുടുംബത്തിലേക്ക് അയക്കാനും തിരക്ക്. സെൽഫി കാണുന്ന എല്ലാ വഴികളും. മക്കത്തുനിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടാൽ, യമനിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടാൽ, വാരാന്തമായിട്ടുള്ള സിയാറത്താകട്ടെ, മാസാന്തമായിട്ടാകട്ടെ, വർഷാന്തമായിട്ടാകട്ടെ, മദീന ഉദ്ദേശിച്ചു പോകുന്ന ആൾ എന്താ ചെയ്യേണ്ടത്?
അല്ലിക്സാറു മിനസ്സലാത്തി വസ്സലാമി അലൈഹി ഫീ ത്വരീഖിഹി, പോകുന്ന വഴിയിലൊക്കെ സ്വലാത്ത് ധാരാളം ചൊല്ലണം. വകുല്ലമാ ഖറുബ മിനൽ മദീനത്തി ശരീഫ, മദീനയോട് ഇങ്ങനെ അടുക്കുമ്പോ, ദൂരത്തുനിന്ന് മദീന കാണുമ്പോ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിൽ ഹാജരാക്കി ബഹുമാനത്തോടെ സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത്